CS Travel Bites. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ് ഗുലാബ് ജാമുൻ. നമ്മുടെ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഡിഷാണ് ഗുലാബ് ജാമുൻ. എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത്. കുട്ടികൾക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ ആട്ടയും മിൽക്ക് പൗഡറും വെച്ചാണ്. കടകളിൽ സാധാരണ കിട്ടുന്നത് മൈദ വെച്ചുണ്ടാക്കിയ ഗുലാബ് ജാമുനാണ്. നമുക്ക് വീട്ടിൽ മിൽക്ക് പൗഡർ തന്നെ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം ഗുലാബ് ജാമുൻ. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആട്ടയും മിൽക്ക് പൗഡറും രണ്ടും കൂടെ ഒരുപോലെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ. അപ്പൊ നമുക്ക് സമയം കളയാതെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ആട്ട ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ 1/2 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുക. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെയ്യും ആട്ടയും കൂടെ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് 1 കപ്പ്. അതിൽ നിന്ന് നമ്മളൊരു കുറേശ്ശെ ആയിട്ട് ഇപ്പം ഞാൻ 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ പാല് അതിൽ കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നമ്മളതിലും കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്യണം. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ആ ഒരു അളവിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിപ്പം കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഇച്ചിരി കൂടെ പാല്, നമുക്ക് കുഴയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇച്ചിരി കൂടെ പാല് വേണമെങ്കിൽ ചേർക്കാം. അത് നമ്മുടെ അളവനുസരിച്ച് നമ്മൾ നോക്കുക. ബോൾസ് ആയിട്ട് എടുക്കണം നമുക്കിത്. അപ്പം അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ പാല് ചേർക്കുക. ഒത്തിരി ആവരുത്, അത് നമുക്കറിയാമല്ലോ. ആ ഒരു അളവിലെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു 6 ടേബിൾ സ്പൂൺ പാല് വെച്ചാണ് ഇത് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഷേപ്പ് ചെയ്ത് വെക്കാം. ചെറിയ ബൗൾസ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നല്ലൊരു ബോൾ ഷേപ്പിൽ എടുത്തു. ആദ്യം ഇതിനെ നമ്മളിനി ഒന്ന് ലോങ് ഷേപ്പിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. നമ്മളിപ്പം ഓരോന്നോരോന്നായിട്ട് ഈ ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഗുലാബ് ജാമുൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഒത്തിരി തീയിൽ നമ്മൾ ഇടല്ല, ഒരു മീഡിയം ഫ്ലെയിമിലേ നമ്മൾ ഇത് ഇടാവുള്ളൂ. ഇത് നമ്മുടെ പാനിന്റെ അനുസരിച്ച് നമുക്ക് എത്ര ഇടാമോ അതനുസരിച്ച് ഇതൊന്ന് മൂവ് ആനായിട്ടുള്ള സ്പേസ് ഇട്ടേക്കണം. പിന്നെ ഇത് നമ്മൾ തിരിച്ചൊന്നും നമ്മൾ അതിനെ മേളിൽ പിടിക്കാതെ തന്നെ നമ്മൾ എണ്ണ ഒന്ന് അനക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്പേസ് അനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇതിപ്പം ഗുലാബ് ജാമുന് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരിയെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീ ഒത്തിരി ആവില്ല ഇതിനകത്ത്,
ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഗുലാബ് ജാമുൻ്റെ മേളിലും നമ്മൾ തൊടാതെ ചെയ്യണം. മാക്സിമം എണ്ണ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് വെന്തും കിട്ടും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് അകം വേഗത്തില്ല, അത് തന്നെയല്ല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. നമുക്കിനി ഗുലാബ് ജാമുൻ ആവശ്യമായ പഞ്ചസാരപ്പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് നമുക്ക് അലിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3 ഏലക്ക പൊട്ടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു നുള്ള് കുങ്കുമപ്പൂവ്, അതും കൂടെ ചുമ്മാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കുക. നമ്മുടെ ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാ ഗുലാബ് ജാമുനും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ഗുലാബ് ജാമുൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് സോക്കായിട്ടുള്ള പാനിയൊക്കെ ഉള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് നോക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് നോക്കുക. ഇച്ചിരി പാനിയൊക്കെ കൂട്ടി എടുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കറക്റ്റായിട്ട്. നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുനാണ്. നല്ല കഴിക്കാൻ റെഡി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ ഗുലാബ് ജാമുൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.